പാറ്റ പോസ്റ്റർ വിവാദത്തിൽ നടപടിയുമായി എം ജി സർവകലാശാല VC നാഷണൽ കോൺഫറൻസിന് അനുവദിച്ച തുക തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം. പ്രചാരണ ബോർഡിൽ പാർട്ടിയുടെ ചിത്രം ഇടം പിടിച്ചത് പിന്നാലെയാണ് VCയുടെ നടപടി. അജിത്ത് ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അജിത്ത്, ഈ പോസ്റ്റർ പിൻവലിച്ചില്ല എങ്കിൽ തുക പിടിച്ചെടുക്കും, നാഷണൽ കോൺഫറൻസ് അനുവദിച്ച പണം തിരിച്ചെടുക്കും എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ VC നൽകിയതാണ്. ആ സമയത്ത് തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു യൂണിയൻ. ഇപ്പോൾ ആ നടപടി VC നടപ്പിലാക്കിയിരിക്കുന്നു. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ നാഷണൽ കോൺഫറൻസിന് ആകെ അനുവദിച്ചത് 3,70,75,000 രൂപയാണ് ആകെ അനുവദിച്ച തുക. അതിൽ യൂണിയന് 2,81,000 രൂപ കൈമാറിയിരുന്നു. ബാലൻസ് തുകയായി നൽകാനുണ്ടായിരുന്നത് 94,000 രൂപയായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അനുവദിച്ച് നൽകിയ തുക 2,81,000 രൂപ തിരിച്ചടക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈ പ്രതികാര നടപടി എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. കാരണം ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പോസ്റ്റർ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഈ പ്രചരണാർത്ഥമുള്ള ബോർഡുകൾ യൂണിയൻ സ്ഥാപിച്ചു. ഇതിൽ രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് സർവകലാശാല ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ ഉള്ളടക്കം പാടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ പോസ്റ്ററുകളും ഫ്ലെക്സുകളും എടുത്തു മാറ്റണമെന്ന് VC ആവശ്യപ്പെട്ടു. പക്ഷേ യൂണിയൻ അതിന് തയ്യാറായില്ല. അത് സർഗാത്മകമാണ്, വിദ്യാർത്ഥി വിരുദ്ധമായി ഒന്നുമില്ല എന്നുള്ളതാണ് യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടായ നിലപാട്. SFIയും അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെ ആണ് ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. അപ്പോഴും SFI നാഷണൽ കോൺഫറൻസുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ SFI ഉൾപ്പെടെ കർശനമായ വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഈ VCയുടെ നടപടി വിദ്യാർത്ഥി വിരുദ്ധമാണ്, ഫാസിസ്റ്റ് സമീപനമാണ്. മാത്രമല്ല ഈ RSSന്റെ ശാഖയിൽ നിന്ന് പഠിക്കുന്നത് സർവകലാശാലയിൽ ഇറക്കാൻ അനുവദിക്കില്ലെന്നും SFI പറയുന്നു. അതേസമയം യൂണിയൻ ആകട്ടെ ഈ നാഷണൽ കോൺഫറൻസുമായി മുന്നോട്ട് പോകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല ഈ പണം വിവിധ ഗസ്റ്റുകളെ കൊണ്ടുവരുവാനും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും ഒക്കെയായി ചെലവാക്കി എന്നുള്ളതുമാണ് യൂണിയൻ പറയുന്നത്. സ്വാഭാവികമായും ഇതിന്റെ അടുത്ത തലം എന്താണെന്ന് നമുക്ക് ഇനി അറിയേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ VCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ പറയുമെങ്കിലും അത് VC നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് അതിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. ഇനി എന്താണ് ഇതിനോടുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്നുകൂടി അറിയേണ്ടതുണ്ട്. ശരി, തീർച്ചയായും. അജിത്ത് ബാബുവാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.